ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇനി കഥ പറയാൻ പോകുന്നത്. നമ്മുടെ കാവേരി ടീക്കപ്പ് റിസോർട്ടിൽ, അതായത് നമ്മുടെ രാജേശ്വരിയുടെ റിസോർട്ടിൽ ജോലിക്ക് കയറുന്നതും പിന്നീട് അതുകൊണ്ട് മാത്രം അവരുടെ സാമ്പത്തിക നില ഉയരുന്നില്ല എന്ന് കാണുന്ന കാവേരി സ്വന്തമായിട്ട് ഒരു ഹോം സ്റ്റേ തുടങ്ങുന്നതും, മഹാനദി ഹോം സ്റ്റേ എന്ന പേരിൽ കാവേരിയും സഹോദരിമാരും കൂടി ഒരു ഹോം സ്റ്റേ ആരംഭിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. എന്നാൽ കാവേരിയും സഹോദരിമാരും ഒന്നും ഇല്ലാത്ത സമയം നോക്കി നമ്മുടെ ജയബാലൻ ശാരദയെ കാണാനായിട്ട് സ്നേഹതീരത്തെത്തുന്നുണ്ട്. ശാരദ ഇപ്പോഴും ജയബാലനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഹോം സ്റ്റേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജയബാലനെ അറിയിക്കുകയാണ്. ഇതറിയുന്ന ജയബാലന് അതൊട്ടും അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. അരവിന്ദൻ്റെ മക്കൾ എവിടെ കൊണ്ടിട്ടാലും അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കയറി വരുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവരുടെ ഹോം സ്റ്റേ ബിസിനസ് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് സ്നേഹതീരത്തിൻ്റെ പടി ഇറങ്ങുന്നത് അയാൾ. പക്ഷേ ഇതൊന്നും അറിയാതെ ജയബാലേട്ടൻ തങ്ങളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നല്ലോ. എന്നിട്ടാണ് ജയബാലേട്ടനെ കാവേരി എപ്പോഴും ദേഷ്യത്തോടെ സംസാരിക്കുന്നത്. അവളെ പറഞ്ഞു തിരുത്തണം എന്നൊക്കെ ശാരദ ചിന്തിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കാവേരിക്ക് രാജേശ്വരി ജോലി കൊടുത്തതും ജയപാലന് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും രാജേശ്വരിയെ കൊണ്ട് കാവേരിയുടെ ജോലി നഷ്ടപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കച്ചിത്തിരുമ്പ് പോലെ നമ്മുടെ ജയപാലന് ഇക്കാര്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ വൈകുന്നേരമാകാൻ കാത്തിരിക്കുകയാണ്. വൈകുന്നേരമാണല്ലോ കൂടുതലും ഹോം സ്റ്റേയിൽ ആൾക്കാർ വരുന്നത്. അതുമാത്രമല്ല, അവരൊക്കെ എല്ലാവർക്കും വേണ്ടി ഡാൻസും പാട്ടും ഒക്കെ നമ്മുടെ കാവേരിയും ഗംഗയും നിളയും അതുപോലെ യമുനയൊക്കെ ചേർന്ന് ഒരുക്കുന്നുണ്ട്. വിനീതും ഇവരോടൊപ്പം ഉണ്ട്. അപ്പം ഗസ്റ്റുകളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഒരാളായിട്ട് കൂടിച്ചേരുകയാണ് കേട്ടോ സ്നേഹതീരത്തുള്ള എല്ലാവരും. അപ്പോൾ സന്തോഷത്തോടെയുള്ള അവരുടെ ആ നിമിഷങ്ങളെല്ലാം നമ്മുടെ ജയബാലൻ അസൂയോടും കുശുമ്പോടും കൂടി ഫോണിൽ പകർത്തുകയാണ്. മറ്റൊന്നിനുമല്ല, രാജേശ്വരിയുടെ മുന്നിൽ ഇതെല്ലാം കൊണ്ട് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് അയാൾക്ക് കിട്ടിയ തെളിവുകളുമായി അയാൾ രാജേശ്വരിയുടെ അടുത്തേക്കാണ് നേരെ ചെല്ലുന്നത്. രാജി, നീ ഒരു പാവമായി പോയല്ലോ. ആരെങ്കിലും കരഞ്ഞു കാണിച്ചാൽ നീ അവരുടെ കണ്ണുനീരിൽ വീഴും. അതുകൊണ്ടാണല്ലോ ആ കാവേരിക്ക് നീ ജോലി നൽകിയത് എന്ന് പറയാണ്. അത് കേൾക്കുന്ന നമ്മുടെ രാജേശ്വരി പറയും, അതെന്താ ജയബാലേട്ടൻ അങ്ങനെ ഒരു സംസാരം? ജയബാലേട്ടൻ എത്ര കാര്യമായിരുന്നു അരവിന്ദേട്ടനെ. എന്നെക്കാളും ഇഷ്ടം അരവിന്ദേട്ടനെ ആയിരുന്നില്ലേ? എന്നിട്ടിപ്പം അയാളുടെ മക്കൾക്ക് ഞാനൊരു ജോലി കൊടുത്തതിന് ഇത്രയ്ക്ക് അങ്ങോട്ട് രോക്ഷം കൊല്ലാൻ എന്താ എന്ന് ചോദിക്കാം. ഇതാ ഞാൻ പറഞ്ഞത് രാജി, നിനക്ക് എല്ലാവരും സ്നേഹിക്കാനേ അറിയൂ. എല്ലാവരുടെ ഉള്ളിൽ ഇരിപ്പ് നീ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ മനസ്സിലാക്കാതെ പോകുന്നത്. എന്താ കാര്യമെന്ന് വെച്ചാൽ ജയബാലേട്ടൻ തെളിച്ചു പറയുന്നുണ്ടോ എന്ന് രാജേശ്വരി പറയും. ആ കാവേരിയില്ലേ, അവൾ നിന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ട് നിനക്ക് തന്നെ പണി തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും, ജയബാലേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? അവിടെ ഒരു ഹോം സ്റ്റേ തുടങ്ങിയിട്ടുണ്ട്, മഹാനദി ഹോം സ്റ്റേ. അവിടെ ഗസ്റ്റുകളുടെ ഒഴുക്ക. അവൾ ഇവിടെ റിസപ്ഷനിൽ ജോലി ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഗസ്റ്റുകളെയൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. അത് വല്ലതും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം രാജേശ്വരി അതൊന്നും വിശ്വസിക്കാതിരിക്കുമ്പം തെളിവ് സഹിതം കാണിക്കുക. ഇത് കണ്ടു നോക്കുക, അവരെല്ലാവരും കൂടി ഗസ്റ്റുകളുടെ കൂടെ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ നീ കൺകുളർക്ക് കാണുക. ഇങ്ങോട്ട് വരേണ്ട ഗസ്റ്റുകളെയാണ് അവൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. നിന്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നിനക്ക് ഇവിടെ വരേണ്ട കാശൊക്കെ അവളുടെ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നിട്ടും നീ അവളെ ഇനിയും കണ്ണുമടച്ച് വിശ്വസിച്ചാൽ എൻ്റെ രാജി നീ ഒരു മണ്ടിയാണെന്നേ ഞാൻ പറയുള്ളൂ എന്നൊക്കെ പറയണേ കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും രാജേശ്വരിക്ക് ദേഷ്യം വരികയാണ്. തനിക്ക് വരേണ്ട ഗസ്റ്റുകളെയൊക്കെ തൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ചതിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് രാജയിൽ കാവേരിയോട് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കുകയാണ്. ഇത് കാണുന്ന ജയപാലന് തൻ്റെ പ്ലാൻ സക്സസ് ആയല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി നിൽക്കുക. രാജേശ്വരി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എത്രയും വേഗം അവളെ ഇവിടുന്ന് അടിച്ചിറക്കിയില്ലെങ്കിൽ നിന്റെ ഈ റിസോർട്ട് പൂട്ടി കെട്ടേണ്ടി വരും. അവൾ ആരാ മോളെന്നറിയാവോ? ആ അരവിന്ദൻ്റെ ബാക്കി മക്കളെ പോലെയല്ല, കാഞ്ഞ വിത്ത അത്. അതുകൊണ്ട് നിനക്ക് തന്നെയായിരിക്കും നഷ്ടം. ഇത്രയും നാളും കൊണ്ട് നീ ഇവിടെ കെട്ടിപ്പൊക്കിയ ഈ സൗദവേ ഇടിഞ്ഞു പോകുന്നത് എൻ്റെ കൺമുന്നിൽ ഞാൻ കാണേണ്ടി വരും. എൻ്റെ പെങ്ങൾക്ക് അങ്ങനൊരു ദുരന്തം ഉണ്ടാകുന്നത് ഒരാങ്ങളെ എന്ന നിലയിൽ കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കുക. അതുമാത്രമല്ല, അവരുടെ ഹോം സ്റ്റേയെ എത്രയും പെട്ടെന്ന് നിർത്തലാക്കുക. പിന്നെ നിവിന് അവരുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് അത് നീ നിർത്തിക്കോ. അതത്ര നല്ലതിനല്ല എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന രാജേശ്വരിക്ക് കാവേരിയോടും കുടുംബത്തോടും വല്ലാത്ത പക തോന്നുവാണേ.
അതിനുശേഷം ജയപാലൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. താൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നല്ലോ. ഇനി രാജയുടെ സ്വഭാവം അനുസരിച്ച് കാവേരിയെ ഒരിക്കലും വിശ്വസിക്കുകയോ അവൾക്കിവിടെ ജോലി കൊടുക്കുകയോ ചെയ്യില്ല. അവൾ തന്നെ കാവേരിയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിക്കോളൂ എന്നൊക്കെ മനസ്സിൽ കരുതി അയാൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് ജോലിക്ക് വരുന്ന കാവേരിയെ തന്നെ കണ്ടിട്ട് ജോലി ചെയ്താൽ മതി എന്ന് രാജേശ്വരി പറയാം. അതനുസരിച്ച് രാജേശ്വരിയുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ രാജേശ്വരി കാവേരിയോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നത്, അല്ല നിന്റെ മഹാനദി ഹോം സ്റ്റേ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇവിടുത്തെ ഗസ്റ്റുകളെയൊക്കെ നീ അങ്ങോട്ടേക്കാണല്ലോ കൊണ്ടു ചെല്ലുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ട് എന്നോട് ഇത്ര വലിയ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്ന് ചോദിക്കുക. മേഡത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളുടെ ഹോം സ്റ്റേ അറിഞ്ഞു കേട്ട് വരുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഗസ്റ്റുകളായിട്ട് കിട്ടുന്നത് എന്ന് പറയാം. ഹോ, നിന്റെ ഈ നാക്കില്ലായിരുന്നെങ്കിൽ നീ എങ്ങനെ ജീവിക്കുമായിരുന്നു? നിന്നെ പോലെ ഒരു പഠിച്ച കള്ളിയെ ഇവിടെ ജോലിക്ക് വെച്ചത് എൻ്റെ ഔദാര്യമാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് കരുതി ജോലി നൽകിയപ്പം നീ എൻ്റെ റിസോർട്ട് തന്നെ പൂട്ടിക്കാൻ നോക്കുന്നു. ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോണം. ജോലി എന്നും പറഞ്ഞുകൊണ്ട് ഈ പടി ഇനി കയറിയാൽ എന്ത് ചെയ്യണമെന്ന് ഈ രാജേശ്വരിക്ക് അറിയാം എന്ന് പറയാം. അത് കേൾക്കുന്ന കാവേരിക്ക് സങ്കടം വരിക. എന്താ മേഡം ഈ പറയുന്നത്? ഞാനൊരു ഹോം സ്റ്റേ തുടങ്ങിയെന്ന് കരുതി ഇവിടെ എന്ത് ദോഷം ഉണ്ടായെന്നാ? നിങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണ. നിന്റെ ഈ കള്ളക്കണ്ണീരൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി കരഞ്ഞാൽ മതി. ഈ രാജേശ്വരിയുടെ മുന്നിൽ ഇതൊന്നും ചെലവാകാൻ പോകുന്നില്ല. എന്നെ ചതിച്ചിട്ട് നീ സന്തോഷത്തോടെ ജീവിക്കുമെന്നും കരുതണ്ട. ഇവിടെ ജോലി ചെയ്തുകൊണ്ട് ഈ റിസോർട്ടിന് തന്നെ ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിച്ച നിന്നെ ഇനിയും ഞാനിവിടെ വെച്ച് പൊറപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്നും പറഞ്ഞ് കാവേരിക്ക് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്ത് രാജേശ്വരി അപ്പം തന്നെ അവളെ ഒഴിവാക്കുകയാണ് കേട്ടോ. അതുമാത്രമല്ല രാജേശ്വരി വളരെ മോശമായിട്ട് തന്നെ ചതിച്ച ഒരു കഥാപാത്രമായിട്ടാണ് കാവേരിയെ അവിടെ കാണുന്നത്. അപ്പോൾ കാവേരിക്ക് മാനസികമായിട്ട് വല്ലാത്ത തളർച്ച തോന്നുക. രാജേശ്വരി വാക്കുകൾക്ക് മുന്നിൽ മറുപടി ഇല്ലാത്ത പോലെ കാവേരി നിന്നു പോവാണ് കേട്ടോ. സങ്കടം കൊണ്ട് അവൾ പുറത്തേക്ക് പോവുക. അപ്പം അമ്മയുടെ ഈ ദേഷ്യമൊക്കെ കാണുന്ന നിവിന് എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുക. അമ്മയെ എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും നമ്മുടെ പാവം നിവിനും ഇല്ല. നിവിൻ കാവേരിയുടെ പിന്നാലെ ചെല്ലുക. എന്നിട്ട് പറയും, കാവേരി അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. അമ്മയ്ക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. ഞാൻ പറഞ്ഞ് അമ്മയെ മനസ്സിലാക്കിക്കോളാം. നീ വീണ്ടും ജോലിക്ക് വരണം. അമ്മ നിന്നെ ജോലിക്കെടുക്കും. ഞാൻ സംസാരിക്കാം എന്ന് പറയാം. അപ്പം നിവിനോട് പറയും, നിവിൻ്റെ നല്ല മനസ്സിന് നന്ദി. പക്ഷേ ഇനി ഒരിക്കലും ഈ പടി ഞാൻ എനിക്കൊരു ജോലി കിട്ടിയതോടു കൂടിയാണ് തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെട്ട് വന്നത്. ഇപ്പോൾ അതില്ലാതായെന്നറിഞ്ഞാൽ എത്രമാത്രം എല്ലാവരും ദുഃഖിക്കുമെന്ന് കരുതി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ കാവേരി സങ്കടപ്പെട്ട് പോയി ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയപാലൻ അതിലൂടെ വഴിയാണ്. ഒന്നും അറിയാത്ത പോലെ കാവേരിയുടെ അടുത്ത് ചെന്ന് ചോദിക്കും, അല്ല മോളെ നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കും. രാജി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്കിലും നീ മോശം പ്രവൃത്തിയല്ലേ ചെയ്തത്? അവളുടെ റിസോർട്ടിൽ ജോലി ചെയ്തുകൊണ്ട് അവൾക്കെതിരായിട്ട് നീ പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അരവിന്ദൻ ഇതൊക്കെ അറിഞ്ഞ അരവിന്ദൻ്റെ ആത്മാവ് പോലും ഇതൊന്നും സഹിക്കില്ല കേട്ടോ എന്ന് പറയുമ്പം കാവേരി പറയും, അങ്കിൾ ഇത് എന്തറിഞ്ഞിട്ടാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു ഹോം സ്റ്റേ ആരംഭിച്ചു. അതിന് ഞങ്ങൾക്ക് ഹോം സ്റ്റേയുടെ പേര് കേട്ട് വരുന്നവർ മാത്രമേ അവിടേക്ക് വരുന്നുള്ളൂ. അല്ലാതെ ആ റിസോർട്ട് വരുന്ന ഗസ്റ്റുകളെ ഒന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് കാവേരി ദേഷ്യത്തോട് പറയാം. അത് രാജിക്ക് മനസ്സിലാകണമെന്നില്ലല്ലോ. നീ അവിടെ റിസപ്ഷനിൽ ജോലി ചെയ്യുമ്പം നീയും ഹോം സ്റ്റേ നടത്തിക്കൊണ്ട് പോകുന്നു. നിനക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഗസ്റ്റ്. അതൊക്കെ അറിയുമ്പം അവൾ എങ്ങനെയായാലും നിന്നെ തെറ്റിദ്ധരിച്ചതാവും. വേണമെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കാം. പിന്നെ മോക്കറിയാലോ ഞാനും അവളും തമ്മിൽ അത്ര അടുത്ത ബന്ധമൊന്നും ഇപ്പം ഇല്ലെന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയാം. ഏയ് വേണ്ടെങ്കിലേ അങ്കിള് എനിക്ക് വേണ്ടി സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്ന് പോവാണ് കേട്ടോ. കാവേരിയുടെ ഈ സങ്കടഭാവമൊക്കെ കാണുന്ന ജയപാലന് താൻ വിചാരിച്ച കാര്യം നടന്നല്ലോ എന്നുള്ള സന്തോഷമാണ്. ഇനി നിങ്ങളുടെ ഹോം സ്റ്റേ അതും ഞാൻ അവസാനിപ്പിച്ച് തരൂടി. അതിനും രാജ്യം ഞാൻ കൂട്ടുപിടിക്കും. നീയും നിവിനുമായിട്ടുള്ള ചുറ്റിക്കളിയൊക്കെ മനസ്സിലാക്കാതിരിക്കാൻ ഈ ജയപാലൻ ഒരു പൊട്ടനായിരിക്കണം. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിവിൻ നിന്റെ പിന്നാലെയാണെന്നും അറിയാം. എന്തായാലും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിവിനെ എൻ്റെ മരുമകനാകാൻ പോകേണ്ടവനാ എൻ്റെ രാഗിണിയുടെ ഭർത്താവ്. അതല്ലാതെ ആ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം വന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നൊക്കെ പറയണം കേട്ടോ. ഇതേ സമയം രാജേശ്വരിയുടെ അടുത്തേക്ക് വീണ്ടും ജയപാലൻ ചെല്ലുക. രാജി, നീ അവളെ പറഞ്ഞു വിട്ടത് എന്തുകൊണ്ട് നന്നായി. നിന്നോട് ചതി ചെയ്ത അവളോട് ഈ പ്രവൃത്തി തന്നെ വേണ്ടത്. ഇനി അവരുടെ ഹോം സ്റ്റേ അത് നീ നിർത്തിക്കണം. അത്ര വലിയ ചതയല്ലേ അവൾ നിന്നോട് കാണിച്ചത്. ഇപ്പോൾ അവരുടെ ഹോം സ്റ്റേക്ക് നല്ല ബിസിനസ് ഉണ്ട്. നിനക്കാണെങ്കിൽ ഇവിടെ ഗസ്റ്റുകൾ കുറവല്ലേ. എല്ലാത്തിനും കാരണം അവരാ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ അത് നിർത്തിച്ചേ പറ്റൂ എന്ന് പറയുമ്പം രാജേശ്വരി ചോദിക്കും, അല്ല ജയപാലൻ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ കുറേ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ. അവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഗസ്റ്റുകളാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ പിന്നെ ഒരിക്കലും ശാരദ ആ ഹോം സ്റ്റേ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സമ്മതിക്കില്ല. അവൾ തന്നെ അത് നിർത്തിപ്പിക്കും. അതിനുള്ള വഴി എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാങ്ങളെയും പെങ്ങളും കൂടി നമ്മുടെ കാവേരിക്കെതിരായിട്ട് ഹോം സ്റ്റേ നിർത്തിക്കാൻ വേണ്ടി അവർ കുറച്ച് ഗുണ്ടകളെ അങ്ങോട്ടേക്ക് ഗസ്റ്റുകളായിട്ട് അയക്കുകയാണ് കേട്ടോ.
കാവേരിയും കുടുംബവും ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുക. പക്ഷെ രാത്രിയായി കഴിയുമ്പം അവിടെയുള്ള പെൺകുട്ടികളോടൊക്കെ വളരെ മോശമായിട്ട് പ്രവർത്തിക്കാനൊക്കെ അയാൾ ശ്രമിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ശാരദ ആകെ ദേഷ്യം വരികയാണ്. അവർ പോലീസിൽ അറിയിക്കുകയും ലാസ്റ്റ് പോലീസുകാരുടെ സഹായത്തോടു കൂടി ആ ഗുണ്ടകളെ അവിടുന്ന് നീക്കം ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതോടുകൂടി ശാരദ ആകെ ഭയന്നു പോവുക. എന്നിട്ട് കാവേരിയോട് പറയും, ഇതോടുകൂടി നിന്റെ ഹോം സ്റ്റേ ബിസിനസ് നീ അവസാനിപ്പിച്ചോണം. ഇവിടെ ഈ പെൺകുട്ടികളുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അമ്മ മാത്രമേ നമുക്കൊരു താങ്ങായിട്ടുള്ളൂ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? നമ്മളെ സഹായിക്കാൻ പോലും ആരുമില്ല എന്നുള്ള ബോധ്യം നിനക്കുണ്ടല്ലോ അല്ലേ? ഇനി നീ ഹോം സ്റ്റേ എന്നും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്ന കാവേരി, ഞാൻ പിന്നെ പ്രവർത്തിക്കുന്നത് എൻ്റെ വടിയായിരിക്കും എന്നും പറഞ്ഞ് ശാരദ പോവാ. ഞങ്ങളുടെ വീട്ടിൽ അരങ്ങേറിയ ഈ ഒരു സംഭവത്തോടു കൂടി എല്ലാവർക്കും ഹോസ്റ്റൽ നടത്താൻ പേടിയാകുന്നുണ്ട്. അപ്പോൾ കാവേരിക്ക് മനസ്സിലാക്കുകയാണ് ഇതിനൊക്കെ പിന്നിൽ രാജേശ്വരിയും ജയപാലനുമാണെന്ന്. പക്ഷെ തൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും അമ്മയോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും അവൾക്ക് ബോധ്യപ്പെടുക. അപ്പോൾ ഗംഗയോട് അവൾ പറയുന്നുണ്ട്, ചേച്ചി ഇതിനൊക്കെ പിന്നിൽ ആ രാജേശ്വരിയും അതുപോലെ ജയപാലനും. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മളിനി എങ്ങനെയാണ് ചേച്ചി മുന്നോട്ട് പോകുക എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗംഗയോട് ജോലി പോയ കാര്യം നമ്മുടെ കാവേരി നേരത്തെ തന്നെ പറയുന്നുണ്ട്. മറ്റുള്ളവർക്കൊന്നും ഇതൊട്ട് അറിയത്തുമില്ല. മുന്നോട്ട് എങ്ങനെ ജീവിക്കും? ഉള്ള പ്രതീക്ഷകളെല്ലാം വീണ്ടും തകിടം മറിഞ്ഞല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ ഗംഗയും കാവേരിയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ യമുനയും വിശാലും തമ്മിലുള്ള കറക്കമൊക്കെ ഗംഗയുടെ കണ്ണിൽ പെടുന്നുണ്ട്. ഗംഗയാണെങ്കിൽ നമ്മുടെ യമുനയ്ക്കിട്ട് ഒരു തല്ലൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഗംഗ പറഞ്ഞ കാര്യങ്ങളൊന്നും മുഖവിലൊക്കെ എടുക്കാതെ വിശാലിൻ്റെ പിന്നാലെ തന്നെയാണ് നമ്മുടെ യമുന. അതിൻ്റെ ശിക്ഷ എന്താണെന്ന് അവൾ പയ്യെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് കഴിയും. എന്തായാലും ഈ തകർച്ചയിലൊന്നും അങ്ങനെ തളർന്നു പോകുന്നതല്ല നമ്മുടെ കാവേരി. അവളൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേൽക്കുന്നതും ജയപാലിനെ അടിച്ചമർത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ്